നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. മരിച്ചത് രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ 2 നാൾ മാത്രം. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. അവകാശ പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കി മെയ് ദിനം. നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഇടിത്തിയായി പാചകവാതക വില. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. ഹോട്ടലുകൾ ഈ മാസം 6-ന് അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. രണ്ടാം പാപ്പാൻ തിരുവനന്തപുരം സ്വദേശി ശ്രീകുട്ടനാണ് മരിച്ചത്. ഒന്നാം പാപ്പാന് പരിക്കേറ്റു. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയാണ് പാപ്പാനെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടെ ഇതേ ആന തെറ്റിയിരുന്നു. ആനയുടെ കൂടെ നടന്നിരുന്ന 2 പേർ വീഴുകയും ചെയ്തു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ നിയന്ത്രിച്ച് ദേവസ്വം പറമ്പായ കൊട്ടിലാക്കലിൽ തളയ്ക്കുകയായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയോടെ വീണ്ടും അക്രമാസക്തനായ ആന തളച്ചിരുന്ന പറമ്പിലെ താൽക്കാലിക ഷെഡ് തകർക്കുകയും പാപ്പാന്മാരെ ആക്രമിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ പരിക്കേറ്റവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നെഞ്ചിൽ ചവിട്ടേറ്റ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ മരിക്കുകയായിരുന്നു. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ അമൽ ചികിത്സയിലാണ്. കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി കേവലം 2 നാൾ മാത്രം ബാക്കി. കൂട്ടിയും കിഴിച്ചും നെഞ്ചിടിപ്പോടെ മുന്നണികൾ. പല സൂചനകൾ നൽകി എക്സിറ്റ് പോളുകൾ പുറത്തുവന്നു. കേരളത്തിൽ ഭരണമാറ്റമാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിരിക്കുന്നത്. അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിരിക്കുന്ന UDF എക്സിറ്റ് പോൾ ഫലങ്ങളെ അംഗീകരിക്കുമ്പോൾ LDFും BJPയും എക്സിറ്റ് പോളിനെ പൂർണ്ണമായും തള്ളുന്നു. എക്സാറ്റ് ഫലം മറിച്ചാകുമെന്നാണ് അവരുടെ അവകാശവാദം. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയ അനേകം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെ പൂർണ്ണമായും തള്ളാനാകില്ല. ഫലം സംബന്ധിച്ച ഏകദേശ സൂചന മിക്ക എക്സിറ്റ് പോളുകളും നൽകാറുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നോടിയായി വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അത് ശരിവെക്കുന്നു. 4-ാം തീയതി രാവിലെ 8 മുതലാണ് 43 ഇടങ്ങളിലായി സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളും അതീവ സുരക്ഷയുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. പുതുക്കാട്, ഇരിങ്ങാലക്കുട, ചാലക്കുടി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. ജില്ലാ വരണാധികാരിയായ കളക്ടർക്കാണ് വോട്ടെണ്ണലിന്റെ പൊതുമേൽനോട്ട ചുമതല. റിട്ടേണിംഗ് ഓഫീസർമാർ അതാത് മണ്ഡലങ്ങളുടെ ചുമതല വഹിക്കും. സംസ്ഥാന പോലീസിന്റെയും കേന്ദ്ര സേനയുടെയും സുരക്ഷയിലായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:30 ഇലക്ട്രോണിക് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 9 മണിയോടെ ആദ്യ ഫല സൂചനകൾ പുറത്തുവരും. 9:30 സംസ്ഥാനത്തെ ട്രെൻഡും വ്യക്തമാകും. ഉച്ചയോടെ 140 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പൂർത്തിയാകും. റീകൗണ്ടിംഗ് ആവശ്യമായി വന്നാൽ മാത്രമാണ് വോട്ടെണ്ണൽ വൈകുക. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയ്ക്ക് ഇനി 2 നാൾ കൂടി മാത്രം. ചോര ചിന്തിയ അവകാശ പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കി നാടെങ്ങും മെയ് ദിനം ആചരിച്ചു. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ലോകമെങ്ങും മെയ് ദിനം ആചരിക്കുന്നത്. 20 മണിക്കൂർ വരെ ജോലിയും തുച്ഛമായ വേതനവുമുള്ള ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ സംഘടിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന അവകാശം ചോര ചിന്തി പൊരുതി നേടുകയായിരുന്നു. ലോക തൊഴിലാളി ദിനമായി മെയ് 1 ആചരിക്കപ്പെട്ടു തുടങ്ങിയത് 1890 മുതലാണ്. 1886 ഷിക്കാഗോയിൽ ഉണ്ടായ ഹേമാർക്കറ്റ് കൂട്ടക്കൊലയുടെ ഓർമ്മ പുതുക്കലാണ് ലോക തൊഴിലാളി ദിനം. തൊഴിലാളികൾ കൊടിയ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടിരുന്ന അക്കാലത്ത് 8 മണിക്കൂർ ജോലി സമയം എന്ന ആവശ്യവുമായി സമരം ചെയ്തവരെ പോലീസ് ക്രൂരമായി വെടിവെച്ചു. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി. ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും മറ്റും നിയമസഭാംഗങ്ങളും സാമൂഹിക പ്രവർത്തകരും തൊഴിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി.
അങ്ങനെ സംഘടനാ അവകാശത്തിനും ജോലി സമയം 8 മണിക്കൂറാക്കുന്നതിനും നിയമം വന്നു. രാത്രിയിൽ സ്ത്രീകൾ ജോലി ചെയ്യേണ്ടെന്നും തീരുമാനമായി. 1875 ഇന്ത്യയിൽ ഒരു ഫാക്ടറി കമ്മീഷൻ വന്നത്. വക്കീൽ വേലയും അധ്യാപനവും മാനസികമായ തൊഴിലുകളാണെങ്കിൽ ഫാക്ടറികളിലേത് കായികമാണ്. 1889 പാരീസിൽ കൂടിയ രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആണ് മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കണമെന്നും അന്ന് അവധിയായിരിക്കണമെന്നും നിർദ്ദേശിച്ചത്. ഇന്ന് ലോകത്തിലെ 80-ലേറെ രാജ്യങ്ങളിൽ മെയ് ദിനം അവധിയാണ്. മെയ് ദിന റാലികളും മറ്റു പരിപാടികളും ലോകമെങ്ങും സംഘടിപ്പിക്കുന്നു. AITUC പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് PK ശേഖരൻ പതാക ഉയർത്തി. തുടർന്ന് AITUC ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ആമ്പല്ലൂരിൽ നടന്ന പൊതുസമ്മേളനം AITUC ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. PK ശേഖരൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, AITUC മണ്ഡലം ട്രഷറർ PC സാജു, K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. റാലിക്ക് സുനന്ദ ശശി, ഡെന്നിസ് പുളിക്കൻ, PK ആന്റണി, VA വിജയൻ, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, അബൂക്ക, KP വിനോദ്, രേഖ കിഷോർ, ആശ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാപ്രാണം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് വിജി, ഏരിയ സെക്രട്ടറി മണി ബാലൻ, ഏരിയ ട്രഷറർ ഇന്ദിര ജഗദീഷ് എന്നിവർ സംസാരിച്ചു. CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. കൊടകര കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ ചേർന്ന പൊതുസമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PG വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, PC ഉമേഷ്, CG, MK മോഹനൻ, MK അശോകൻ, TA ഉണ്ണികൃഷ്ണൻ, സരിത രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മെയ് 1 തൊഴിലാളി ദിനത്തിൽ PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി അംഗൻവാടി വർക്കേഴ്സിനെ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ശിഹാബ് പെരുവാൻകുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ അംഗം നാസർ പള്ളിക്കലകത്ത്, മണ്ഡലം ട്രഷറർ പരീദ് മൗലവി, വൈസ് പ്രസിഡന്റ് ഹംസ കൊമ്മഞ്ചേരി, എക്സിക്യൂട്ടീവ് അംഗം ഹംസ കളപ്പാടൻ എന്നിവർ ആദരവ് നൽകി. ഈ തൊഴിലാളി ദിനത്തിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് രാജ്യത്തിന് നിലനിൽപ്പ് അല്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പ് തന്നെ സത്യസന്ധമായ നല്ല തൊഴിലാളികളാണ് ഏതൊരു രാജ്യത്തിൻ്റെയും മുതൽക്കൂട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തൊഴിലാളികളെയും ആദരിക്കാനും അവർക്ക് ഷീൽഡ് നൽകാനും പറ്റിയൊരു ഒരു സാമ്പത്തിക ഒരു സ്ഥിതിയിലല്ല പാർട്ടി. അപ്പോൾ നമുക്ക് കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ റംസാനിൽ, വിഷുവിന് ഒക്കെ പാർട്ടി ഓരോ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് നിലവിൽ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തൊഴിലാളികൾ 10 പേരെങ്കിലും ആദരിക്കാമെന്ന് PCFിൻ്റെ നേതാവിൻ്റെ ഒരാഗ്രഹത്തോട് പങ്കുചേർന്നുകൊണ്ടാണ് ഇവിടെ പരിപാടി നടത്താൻ പോകുന്നത്. അതിനുവേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഓരോ അംഗൻവാടി ടീച്ചർമാർക്കും അതുപോലെ അവിടുത്തെ ആയ വർക്കേഴ്സിനും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ലോക തൊഴിലാളി ദിനത്തിൽ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. അളഗപ്പ മിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ആമ്പല്ലൂർ സെന്ററിൽ സമാപിച്ചു. ഏരിയ പ്രസിഡന്റ് MP റാഫി, സെക്രട്ടറി സിഞ്ചു ബാബു, ട്രഷറർ ഡേവി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ഇടിത്തിയായി പാചകവാതക വില. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. വെള്ളിയാഴ്ചത്തെ വർധനവോടെ വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയാണ് പുതിയ വില.
രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 3-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വെള്ളിയാഴ്ചത്തെ വർധനവോടെ വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയാണ് പുതിയ വില. തുടർച്ചയായുണ്ടാകുന്ന ഈ വർധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കും. പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുന്നതോടെ വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അതേസമയം പെട്രോൾ, ഡീസൽ വിലകളിൽ നിലവിൽ മാറ്റമില്ല. നിലവിൽ പ്രീമിയം പെട്രോളുകൾ, അന്താരാഷ്ട്ര വിമാന സർവീസുകളുള്ള ഇന്ധനം എന്നിവയ്ക്ക് ആഗോള വിപണിക്ക് അനുസൃതമായ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിൽ തുടരുകയാണ്. അതിനിടെ മെയ് 1 മുതൽ ഗാർഹിക പാചകവാതക ബുക്കിംഗിൽ പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നു. നഗരപ്രദേശങ്ങളിൽ ഇനി മുതൽ 25 ദിവസത്തിലൊരിക്കൽ മാത്രമേ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാണ്. അനുവദിച്ച സമയപരിധിക്ക് മുമ്പുള്ള ബുക്കിംഗുകൾ സിസ്റ്റം സ്വയം ബ്ലോക്ക് ചെയ്യും. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ സംയുക്തമായാണ് ഈ തീരുമാനമെടുത്തത്. പാചകവാതക വിലവർദ്ധനവിനെ തുടർന്ന് ഹോട്ടൽ ഉടമകൾ പണിമുടക്കിലേക്ക്. മെയ് 6-ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തും. അന്നേ ദിവസം ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനി ബിസിനസ് ന്യൂസ്. ഭക്ഷ്യവിപണിയിലെ വിശ്വസ്തനാമമായ ഒയസ്കോ ഫുഡ്സ് ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ഫ്രാഞ്ചൈസി ഷോറൂം പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ഗുണമേന്മയുള്ള മസാലക്കൂട്ടുകളും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി ഒയസ്കോ സൂപ്പർ ഷോപ്പി ഇനി പുതുക്കാട്ടുകാർക്കും ലഭ്യമാക്കും. SP അസോസിയേഷന്റെ കീഴിലാണ് പുതുക്കാട് ബസാർ റോഡിൽ പുതിയ സൂപ്പർ ഷോപ്പി ആരംഭിച്ചിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ജോളി ചുക്കിരി ഭദ്രദീപം തെളിയിച്ചു. ഷോപ്പിലെ ആദ്യ വിൽപ്പന ജോർജ് അമ്പൂക്കന് നൽകി നിർവഹിച്ചു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒയസ്കോ ഫുഡ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഈ ഷോപ്പിയുടെ പ്രത്യേകത. വിവിധ ഇനം മസാലക്കൂട്ടുകൾ, റൈസ് പൗഡറുകൾ, ആരോഗ്യപ്രദമായ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ മസാല, തന്തൂരി ടിക്ക, ചിക്കൻ 65, ഗ്രിൽഡ് ചിക്കൻ മസാല എന്നിവയ്ക്ക് പുറമെ അൽഫാം മസാല, മന്തി മസാല തുടങ്ങിയ സ്പെഷ്യൽ മസാലകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ വൈവിധ്യമാർന്ന മീറ്റ്, പോർക്ക് മസാലകളും ഇഡ്ഡലി, പുട്ടുപൊടികളും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം ബസാർ റോഡിലാണ് ഒയസ്കോ സൂപ്പർ ഷോപ്പി സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഓഫറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫ്രാഞ്ചൈസികൾക്കും ബന്ധപ്പെടുക. ഒയസ്കോ സൂപ്പർ ഷോപ്പി, പോസ്റ്റ് ഓഫീസിന് സമീപം, ബസാർ റോഡ്, പുതുക്കാട്. ഫോൺ 6235407945 8075348727. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കാർ അപകടത്തിൽ പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിലായിരുന്നു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പൗരാവകാശത്തിനായി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു ഡിജോ കാപ്പൻ. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്കുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഡിജോ കാപ്പൻ ശ്രദ്ധേയനായത്. കഴിഞ്ഞ വർഷമാണ് ഇദ്ദേഹത്തിന് കാർ അപകടത്തിൽ പരിക്കേറ്റത്. മാധ്യമ ചർച്ചകളിലെ നിരന്തര സാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സ്ഥാപിച്ചത് ഡിജോ കാപ്പനാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. കേരള കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനം KCയിലൂടെയാണ് പൊതുരംഗത്തേക്കുള്ള തുടക്കം. 1982 കേരള സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയായി, KSUടെയും യൂത്ത് ഫ്രണ്ടിന്റെയും സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1998 സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയും നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തി. ഗതാഗതം, വൈദ്യുതി മേഖലയിലെ കൺസ്യൂമർ ഫോറങ്ങളുടെ അമരക്കാരനായും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഭാര്യ മിനി കാപ്പൻ കേരള സർവകലാശാല പ്ലാനിംഗ് വിഭാഗം മേധാവിയാണ്. കോട്ടയം ഭരണങ്ങാനം ഇടമറ്റം സ്വദേശിയാണ് ഡിജോ കാപ്പൻ. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ദേവാലയത്തിൽ പെരുന്നാൾ മഹാമഹം ആഘോഷിച്ചു.
മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും വിശുദ്ധ മൂറോൻ അഭിഷേക കൂദാശിയുടെയും പരിശുദ്ധ യെൽദോ മോർ ബസരിയോസ് ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചതിന്റെ 11ാമത് വാർഷികവും പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപനവും സംയുക്തമായാണ് ആഘോഷിച്ചത്. രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, തിരുശേഷിപ്പ് വണക്കം, കിഴക്കേ ചാപ്പലിലേക്ക് പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരുന്നു. നേർച്ച ഭക്ഷണവും ഒരുക്കിയിരുന്നു. വൈകിട്ട് ഗാനമേളയും അരങ്ങേറി. ചടങ്ങുകൾക്ക് മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലെമീസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളി വികാരി ഫാദർ ജോൺ വൈനിലത്തിൽ, ട്രസ്റ്റിമാരായ ലിജു ചിറപ്പുറത്ത്, ബൈജു എളമന, സെക്രട്ടറിമാരായ ലിൻസൺ ആച്ചേരിക്കുടിയിൽ, മനോജ് മോളത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഊട്ടുതിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, നേർച്ച പായസം, വെഞ്ചിരിപ്പ്. ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ജേസൺ കരിപ്പായി നേർച്ച ഊട്ട്, വെഞ്ചിരിപ്പ്. 10:30 ഫാദർ അനൂപ് പാട്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ഫാദർ ലിജോ കരുത്തിയുടെ സന്ദേശം. ഉച്ചകഴിഞ്ഞ് 4 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും റപ്പായേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 5:45 വിശുദ്ധ കുർബാന നടക്കും. 7 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം സെന്റ് ജോർജ് കപ്പേളയിലേക്ക് പ്രദക്ഷിണമുണ്ടാകും. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4:30 പ്രസിഡന്തി സ്വീകരണം, സ്ഥാനവാഴ്ച, ദർശനസഭയിലേക്ക് പുതിയ അംഗങ്ങളെ സ്വീകരിക്കൽ എന്നിവ നടക്കും. തുടർന്ന് വൈകിട്ട് 5 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ ഉണ്ടാകും. ദർശനസഭ അതിരൂപത ഡയറക്ടറും ചെങ്ങാലൂർ ഇടവക വികാരിയുമായ ഫാദർ പോൾസൺ പാലത്തിങ്കൽ മുഖ്യ കാർമ്മികനാകും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30 വിശുദ്ധ കുർബാന നടക്കും. രാവിലെ 7 വിശുദ്ധ കുർബാനയ്ക്കും നേർച്ച ഊട്ട് ആശീർവാദത്തിനും ശേഷം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ തിരുനാൾ ഊട്ട് ഭക്ഷണം വിതരണം ചെയ്യും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചുറ്റിശ്ശേരി ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ മുഖ്യ കാർമ്മികനാകും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേസൺ കൂനംപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, സമാപന ആശീർവാദം എന്നിവ ഉണ്ടാകും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലെ ആന്ത്രോപോളജി പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0497276638 അല്ലെങ്കിൽ 049727152227 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,785 രൂപ, പവന് 1,10,10,280 രൂപ. നെന്മണിക്കര കണക്കൻകാട് മണികണ്ഠൻ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിന്ധുവാണ് ഭാര്യ. മക്കൾ സിദ്ധു കൃഷ്ണ, മനവ് കൃഷ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുടയിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. മരിച്ചത് 2ാം പാപ്പാൻ ശ്രീകുട്ടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ 2 നാൾ മാത്രം. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. അവകാശ പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കി മെയ് ദിനം. നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഇടുത്തിയായി പാചകവാതക വില. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. ഹോട്ടലുകൾ ഈ മാസം 6 അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.